എന്താ കേശവ, നീ ഇപ്പൊ നാടകത്തിലൊന്നും അഭിനയിക്കാൻ പോണില്ലേ? നിനക്ക് നിന്റെ അച്ഛന്റെ കൂടെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെടാ? നാടകത്തിന് പോണ സുഖം വേറെ എന്തിനു പോയാലും കിട്ടാ. എത്ര അവാർഡുകൾ എനിക്ക് കിട്ടിയെന്ന് അറിയോ? അതെല്ലാം എന്റെ വീട്ടിലിരിപ്പുണ്ട്. പക്ഷേ കാശില്ല, പോക്കറ്റ് കാലി. അമ്മണി, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം. അപ്പൊ എല്ലാ കാര്യം പറയാം. നീ എന്തായാലും ഒറ്റാന്തടിയായിട്ട് ഇങ്ങനെ നടക്കണേ? നിനക്ക് അമ്മണീനെ കല്യാണം കഴിച്ചൂടെ? ആ ചേട്ടൻ പറഞ്ഞേ വളരെ കറക്റ്റാ. ഇതൊന്നും നടക്കണ കേസല്ലാന്നേ. പറ്റിക്ക് 2 നാടകത്തിന്റെ ഡയലോഗ് പറഞ്ഞൂടെ? എന്തിനാണോ നാടകത്തിന്റെ ഡയലോഗ് കേൾക്കണത്? എന്റെ ജീവിതത്തിന്റെ ഡയലോഗ് കേക്ക്. എന്റെ അമ്മ എന്നെ തൊട്ടിലിട്ട് ആട്ടുമ്പോഴേ എന്റെ അച്ഛൻ കുത്തിയിരുന്ന് കരയായിരുന്നു. അപ്പൊ എന്റെ അമ്മ ചോദിച്ചത് എന്താണെന്നറിയോ? എന്തിനാണോ മനുഷ്യ കരയണേന്ന്. അപ്പൊ അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? നമ്മളെന്നാ നന്നാവാന്ന്. അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ടപ്പോ, എടീ നമ്മുടെ മോനായിട്ട് നമ്മൾ നന്നാവുന്നു. സൂപ്പറായിടാ, നന്നായത്. എന്താ മണി നീ ഇങ്ങനെ വല്ലാതിരിക്കണത്? കേശവൻ ഈ വഴിയൊക്കെ മറന്നല്ലേ? ഞാൻ ഈ വഴിയൊന്നും മറന്നിട്ടില്ല. നിന്റെ അച്ഛൻ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ പറമ്പിൽ നിന്ന് എന്ത് സാധനം കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. നീ വന്നപ്പിന് എനിക്ക് ഒന്നും ഇല്ലാണ്ടായി. അച്ഛൻ എന്നെ ഈ പറമ്പിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോ ആ ഉത്തരവാദിത്വം നോക്കേണ്ടത് എന്റെ കടമയാണ്. ഞാൻ ഈ പറമ്പെല്ലാം കയറി നടന്നാലേ എനിക്ക് 2 ചൂട്ടുംപട്ടയാണ് കിട്ടണത്. അതിനെന്താ, പറമ്പിലേക്ക് പോരെ, കാശും കൊണ്ടുപോരെ. ഇഷ്ടം പോലെ ചൂട്ടുംപട്ട ഞാനാണ് തരാം. വേറെ കാര്യം, ഈ കാശ് കിട്ടിയിട്ട് വേണം എനിക്ക് ചങ്ങനാശ്ശേരി നാടക ക്യാമ്പിലേക്ക് പോവാൻ. ഇന്ന് നാടക ക്യാമ്പിലേക്ക് പോകേണ്ട ദിവസാ. ഓ, നീ ആ അച്ഛന്റെ മോൻ തന്നെയല്ലേ? ആരോ വന്നിട്ടുണ്ടല്ലോ. പട്ടി ചൂട്ടും തരുമോ? നീ ആ പറമ്പിലേക്ക് പോവാ. എന്നാ ശരിയുണ്ടോ? ആ കേശവേട്ട ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ട് വന്നേ. ചായ ഒന്നും വേണ്ട. ഒരു ഗ്ലാസ് കുടിക്കുന്നേ. എന്നാ എടുക്ക്, ഒരു ഗ്ലാസ് എടുക്കും. ഇങ്ങോട്ട് തന്നാ മതി അമ്മണി. ഓ, എന്തൊരു കടുപ്പത്. സാരില്ല. എന്നാ ശരി. മോളെ, അതാരത്? അത് നമ്മുടെ കേശവൻ ചേട്ടൻ. അമ്മേ, ആ ഇതാരാ? മത്തായിയാ?
6 മാസമായി വാടക തന്നിട്ട് ഒരു അഡ്രസ് ഇല്ലല്ലോ. പണിയൊന്നും ഇല്ലേ മത്തായി, ഞാൻ തരാം. തരാന്നോട്ട് 6 മാസമായി ഇതുവരെ തന്നില്ല. ചട്ടി ഞാൻ എടുത്ത് പുറത്തേക്ക് അറിയിക്കോ. എന്റെ പൊന്നു മത്തായി, അങ്ങനെ പറയല്ലേ, അമ്മണി തരാ. എന്നാ ശരി. രണ്ടുപേരും കൂടി ഇറങ്ങിയിട്ടില്ല, എന്താ കാര്യം? അതെ, എനിക്ക് കുറച്ച് പച്ചോല വേണല്ലോ, വെട്ടി മെടഞ്ഞു കൊടുക്കാനാ. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഈ ഓലകൾ മുഴുവൻ വെട്ടി ലോഡ് കണക്കിന് കയറിപ്പോയി. ഇനിയിപ്പോ നോക്കട്ടെ. ഓലൊക്കെ പിന്നെ കിട്ടിയാ മതി. ആ കുളിക്കടയിലേക്ക് ആ അമ്മിണിയായിട്ട് ചിറ്റി കെട്ടിണ്ടായില്ല. നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ. എന്തായാലും അമ്മിണി ഒറ്റയ്ക്കാ, നിങ്ങളും ഒറ്റയ്ക്കാ. എന്നാ പിന്നെ നാട് ആലോചിച്ചൂടെ? അതിനൊരുപാട് പ്രായമുണ്ട് ചങ്ങാതി. എന്റെ കേശവ, നിങ്ങൾക്കും ഒരുപാട് പ്രായം. വയസ്സാം കാലത്ത് വെള്ളം കിട്ടണമെങ്കിൽ ഒരു കൂട്ട് വേണ്ടേ? അച്ഛൻ പറഞ്ഞിട്ട് വരെ ഞാൻ പെണ്ണ് കെട്ടിയിട്ടില്ല. ഞാൻ നാടകത്തിന്റെ പിന്നാലെ പോയത്. പിന്നീട് ഈ തെങ്ങിൻതോപ്പിന്ന് എന്റെ അല്ല, ഇത് അച്ഛൻ നോക്കി നടത്തിയ തെങ്ങിൻതോപ്പാ. ആ ഉത്തരവാദിത്വം അച്ഛൻ എന്നെ ഏൽപ്പിച്ചു. അത് ഞാൻ ഭംഗിയായിട്ട് നോക്കണ. നിങ്ങൾക്കറിയോ, വടക്കേ വീട്ടിലൊരു കുളമുണ്ട്. ഈ തെങ്ങിൻതോപ്പിലെ പച്ചോല വെട്ടി ചീച്ച് മെടഞ്ഞ് അത് ലോഡ് കണക്കിന് കൊച്ചിക്ക് കയറ്റിവിടാ. അന്ന് എന്റെ അമ്മ പറയുമായിരുന്നു, കൂടെ പോടാ കൂടെ പോടാന്ന്. പക്ഷെ ഞാൻ പോയില്ല. അന്നും ഞാൻ നാടകത്തിന്റെ പിന്നാലെയാ. എന്നിട്ട് എന്തുണ്ടായി? അതൊരു വലിയ കഥയടാ. ബാക്കിയോട് കേക്കട്ടെ. എന്നാ കൊച്ചിക്ക് ലോഡ് പോയ കൂട്ടത്തില് അച്ഛൻ അവിടെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അവസാനത്തെ ലോഡ് പോയി കഴിഞ്ഞപ്പോ അച്ഛൻ തിരിച്ചു വന്നില്ല. അച്ഛൻ ആ പെണ്ണിനെ അവിടെ കെട്ടി താമസിപ്പിച്ചു. അവസാനം എന്ത് സംഭവിച്ചു? ദാരിദ്ര്യായി. അച്ഛൻ അവളോട് സ്വർണ്ണാഭരണങ്ങൾ ചോദിച്ചപ്പോ അവള് കൊടുത്തില്ല. കശപിശിയായി. അച്ഛൻ അവളെ കുത്തി കൊന്നു. അവസാനം നാട്ടുകാർ അച്ഛനെ പിടിച്ച് ജയിലിലാക്കി. അച്ഛൻ എന്നെ ഏൽപ്പിച്ച ജോലിയാണ് ഈ തെങ്ങുംതോപ്പ് നോക്കാനായിട്ട്. അന്ന് അച്ഛൻ പറഞ്ഞ പണി ഞാൻ ചെയ്തിരുന്നെങ്കിലോ ഇന്ന് ഞാൻ നല്ലൊരു ലെവലിലെത്തിയാണ്. പക്ഷേ ഞാൻ ആ നാടകത്തിന്റെ പിന്നാലെ പോയി. 10 പൈസ കയ്യിലില്ല, പോക്കറ്റ് എംടി. ഇന്നിപ്പോ ഞാൻ അന്തസ്സായിട്ട് ഈ പണി നോക്കിക്കൊണ്ടിരിക്കുക. എന്റെ അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കണ്ടേ? ഞാനിപ്പോ സുന്ദരമായിട്ട് നോക്കി നടത്തണം. സത്യത്തിൽ കേശവന്റെ കഥ കേട്ടപ്പോ എനിക്ക് വലിയ വിഷമായി. അടുത്ത തവണ എനിക്ക് 2 ലോഡ് പച്ചോല വേണം. ശരി. കേശവ, ഇങ്ങോട്ട് വന്നടാ. എന്താ മുതലാളി? അച്ഛനും മോനെ എന്നെ കുരങ്ങ് കളിപ്പിക്കുക. എന്താ മുതലാളി, എന്താ പ്രശ്നം? ഇത് എന്റെ തോട്ടം, ഇത് നിങ്ങളുടെ തോട്ടം. എന്റെ പട്ടയും ചൂട്ടും കൊച്ചിക്ക് കയറ്റി വിട്ടു. തെങ്ങ് വെട്ടിയിട്ട് ഇഷ്ടേക്കളത്തിൽ കൊണ്ടുകൊടുത്തു. എല്ലാത്തിനും ഞാൻ അഴിയണിക്കും. മനസ്സിലായ? എല്ലാം അറിഞ്ഞിട്ടാ ഞാൻ വന്നേക്കണേ. മനസ്സിലായിക്കോ? കാശും പുത്തനും എനിക്ക് വിഷയമല്ല. അച്ഛൻ ജയിലിലല്ലേ? ആ അച്ഛന്റെ മോനല്ലേ നീയും. നിന്നെ ഞാൻ ജയിലിലേക്ക് അയക്കും. മനസ്സിലായ? മുതലാളി, മാപ്പാക്കണം. എന്ത് പരിഹാരം വേണമെങ്കിലും ഞാൻ ചെയ്യാം. പരിഹാരോ? എന്റെ മുതൽ കട്ടിട്ട് പരിഹാരോ? എന്തിനാ ഇത് പ്രശ്നം? ആ, ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഈ കേശവനിടില്ല. ഇത് സ്ഥിരം പരിപാടിയാ. ഇനി ഒന്നോ നിർത്താലോ നമുക്ക്. നീ എന്താ പറഞ്ഞേ? അത് മാത്രം നീ പറയരുത്. കൈയെടുക്കണം, കൈയെടുക്കണം. ഇനി മേലിൽ ആവർത്തിക്കരുത് കേട്ടാ. ഈ തവണത്തേക്ക് ഞാൻ മാപ്പ് തന്നിരിക്കണം.
ശരിയായിട്ട് കാണാം കേട്ടാ, പിന്നീട് കാണാം. ആ അമ്മണി നല്ല പണിയിലാണല്ലോ. ആ ഇതാരത് കേശവനോ? ആ വാ കേശവ. ആ കേശവ കേറിയിരിക്കി. എന്റെ ഒരു ആഗ്രഹം പറയാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? പറയുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ലല്ലോ? ഒരു വിരോധമില്ല, പറഞ്ഞോളൂ. അമ്മണി, അമ്മണിന് എനിക്ക് ഇഷ്ടമാണ്. അമ്മണിക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്റെ അച്ഛൻ 60,000 രൂപയ്ക്ക് എന്നെ വിറ്റ പോലെ മറ്റൊരു വീട്ടിലേക്ക് കെട്ടിച്ചയച്ചതാണ്. അവിടെ ആ വീട്ടുകാർ കൊള്ളില്ലാത്തതും കൊണ്ട് ഞാൻ അവിടെ നിന്ന് എങ്ങനെയും ഓടി രക്ഷപ്പെട്ടു. പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അവരെന്റെ അച്ഛനെ കൊന്നു. ഞാൻ കേസിനൊന്നും പോയില്ല. ഞാനിപ്പോ വാടക വീട്ടിലാണ്. എന്റെ കയ്യിൽ ഒന്നുമില്ല. അമ്മണി, എനിക്കൊരു അമ്മയുണ്ട്. ആ അമ്മയെ പൊന്നുപോലെ നോക്കാൻ നിനക്ക് സമ്മതക്കുറവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു ഭഗവതി ക്ഷേത്രമുണ്ട്. ആ ഭഗവതി ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് താലി കെട്ടി മാല ചാർത്താം. എന്താ? അപ്പോ പറഞ്ഞ പോലെ. അല്ല ചായ? ചായക്ക് പിന്നെ മതി, എനിക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ആശാൻ ഈ നാടക അഭിനയൊക്കെ നിർത്തി ആ അമ്മണിയെ കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ചൂടെ ആശാന്? നീ അമ്മണിയുടെ കാര്യം പറഞ്ഞില്ലേ, അതെന്റെ മനസ്സിലുണ്ട്. പിന്നെ നാടകത്തിന്റെ പരിപാടി ഞാൻ അവസാനിപ്പിക്കണം. നാടകത്തിന് പോയിട്ട് ഒരു മെച്ചമില്ല. ഇനി എന്റെ വയസ്സായ അമ്മേനെ നോക്കി അമ്മയുടെ കാര്യങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. എന്നാ ശരിടാ, ഓക്കെ. തിരുമേനി, എനിക്കൊരു കാര്യം ബോധിപ്പിക്കാനുണ്ടായിരുന്നു. അമ്മിണിനറിയില്ലേ? അമ്മിണിനെ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കേശവ, അത് വളരെ നല്ല തീരുമാനമായി. അത് ഈ സന്നിധിയിൽ തന്നെ ആയിക്കോട്ടെ. വേളി, തിരുമേനി അനുഗ്രഹിക്കണം. ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. ഓടുപെരെ കിടന്നുള്ള ശീലമൊന്നും എനിക്കില്ല. ഓലപ്പരെ കിടന്നുള്ള ശീലം എനിക്കുള്ളത്. ആ ഓലപ്പരെ കിടക്കുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊരു സുഖം തന്നെ അമ്മണി. അതെ, ഈ നാടക ഡയലോഗ് ഒന്ന് കുറച്ചല്ലേ നാട്ടുകാർ ഓടി വരില്ല.